കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിക്കറ്റ് ലോകത്ത് ഏറ്റവും ചർച്ചാ വിഷയമായ താരങ്ങളിൽ ഒരാളായിരുന്നു സൂര്യകുമാർ യാദവ്. കാരണം കരിയറിലെ ഏറ്റവും ദുർഘടമായ പാതയിലൂടെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്ര. ഇന്ത്യക്ക് T20 കിരീടം ലഭിച്ചതിൻ്റെ 3 മാസം തികയുന്നതിന് മുമ്പേ അദ്ദേഹത്തെ സെലക്ടർമാർ T20 ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കുന്നു. കളിക്കാരനായി പോലും ഈ ടീമിലേക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുമില്ല. അന്നത്തെ ദിവസം സൂര്യ ഈ തിരിച്ചടികൾക്കിടയിലും ഒരു ഡൊമസ്റ്റിക് മാച്ചിനിടയിൽ നിയുക്ത ക്യാപ്റ്റനായ ശ്രേയസ് അയ്യർക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചൊരു വീഡിയോ വൈറലായിരുന്നു. കണ്ണിലടക്കി പിടിച്ചുള്ള ഒരു സംസാരം തന്നെയായിരുന്നു അത്. ഇന്ത്യയുടെ 2020 ടീം ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങേണ്ടി വന്ന സൂര്യയ്ക്ക് ഇപ്പോൾ ഇനിയൊരു തിരിച്ചുവരവ് അദ്ദേഹത്തിന് സാധ്യമാണോ എന്നതും വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇങ്ങനെയുള്ള വാർത്തകൾക്കിടെ മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ആ വാർത്ത എന്ന് പറയുമ്പോൾ IPL-ൽ മുംബൈ ഇന്ത്യൻസിലെ സൂര്യകുമാറിന്റെ സ്ഥാനവും ഏതാണ്ട് അവസാനിച്ചേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. നിലവിൽ സൂര്യകുമാർ യാദവിന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്ന് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ട എല്ലാ ചിത്രങ്ങളും അദ്ദേഹം നീക്കിയതോടെയാണ് അദ്ദേഹം ഫ്രാഞ്ചൈസി വിടാൻ ഒരുങ്ങുകയാണെന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനുമുമ്പ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റയിൽ മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ എല്ലാം തന്നെ നീക്കിയിരിക്കുകയാണ്. ഏതാണ്ട് 140ഓളം ചിത്രങ്ങളാണ് അദ്ദേഹം മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് അദ്ദേഹം നീക്കം ചെയ്തിട്ടുള്ളത്. ഇതിനൊപ്പം ബയോയിൽ നിന്നും മുംബൈ ഇന്ത്യൻസ് എന്ന ടാഗും അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. അതോടുകൂടിയാണ് മുംബൈ ഇന്ത്യൻസ് അദ്ദേഹം വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്നത്. സൂര്യ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടുകളിൽ നിന്നും മുംബൈ ഇന്ത്യൻസും അദ്ദേഹം മാറ്റിയിട്ടുണ്ട്, അൺഫോളോ ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യ, മുംബൈയുടെ നായകനായ ഹാർദിക് പാണ്ഡ്യയുടെ അക്കൗണ്ടും അദ്ദേഹം അൺഫോളോ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയും ഇപ്പോൾ ചർച്ചാ വിഷയമാണ്. ഹാർദിക്കും മുംബൈ ഇന്ത്യൻസ് വിട്ടേക്കുമെന്ന സൂചനകൾ നേരത്തെ ഈ IPL അവസാനിച്ച സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. CSKയ്ക്കൊപ്പമായിരിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത സീസൺ എന്ന രീതിയിലും അദ്ദേഹം CSKയുടെ ഭാരവാഹികളെ കണ്ടിരുന്ന ആ ഒരു സമയത്ത് അങ്ങനെയുള്ള വാർത്തകളൊക്കെയും പുറത്തു വന്നിരുന്നു. എങ്കിലും ഹാർദിക് പാണ്ഡ്യ അവിടത്തേക്ക് പോകുമോ അല്ലെങ്കിൽ മുംബൈ വിടുമോ എന്ന കാര്യങ്ങൾ ഇപ്പോഴും ഒരു വാർത്തയായി നിൽക്കുമ്പോൾ അതിനിടയിൽ തന്നെയാണ് സൂര്യയുടെ ഇതുപോലുള്ള അദ്ദേഹം ക്ലബ്ബ് വിട്ടേക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മുംബൈ ഇന്ത്യൻസ് ഇനി അടുത്ത സീസണിൽ അഭിമുഖീകരിക്കാൻ പോകുന്നത് വലിയ പ്രതിസന്ധികൾ തന്നെയായിരിക്കും. രോഹിത് ശർമ്മയ്ക്കും MS ധോണിക്കും ഒപ്പം നിൽക്കുന്ന ഒരു ചിത്രം മാത്രമാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് ടീമുമായി ബന്ധപ്പെട്ട് സൂര്യകുമാറിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലുള്ളത്. ഇതിനൊപ്പം തന്നെ തൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സിയിലുള്ള DPയും അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. രോഹിത് ശർമ്മയെ മാറ്റി നമുക്കറിയാം ഹാർദിക് പാണ്ഡ്യയെ ഗുജറാത്തിൽ നിന്നും ഒരു 3 വർഷം മുമ്പ് കൊണ്ടുവന്ന് മുംബൈ ക്യാപ്റ്റനാക്കിയത് മുതൽ ആ മുംബൈ ക്യാമ്പിൽ തുടങ്ങിയ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഹാർദിക് പാണ്ഡ്യയെ കൊണ്ടുവന്നതിന് ശേഷം മുംബൈക്ക് പ്രതീക്ഷ റിസൾട്ട് ലഭിച്ചിട്ടില്ല. അവർക്ക് അതിനുശേഷം ക്യാപ്റ്റൻസിയിലും ഹാർദിക് പാണ്ഡ്യ പരാജയമായിരുന്നു. ഈ സീസണിൽ തന്നെ 9ാം സ്ഥാനത്താണ് മുംബൈ ഇന്ത്യൻസ് ഫിനിഷ് ചെയ്തത്. അതേസമയം മുംബൈ വിടുകയാണെങ്കിൽ സൂര്യകുമാറിനെ വലയിലാക്കാൻ IPL-ലെ വമ്പൻ ടീമുകൾ എന്തായാലും തുനിഞ്ഞിറങ്ങും എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. KKR, അതിനൊപ്പം തന്നെ LSG, ഡൽഹി ക്യാപിറ്റൽസ്, ഈ ടീമുകളൊക്കെയും ഈ ഫ്രാഞ്ചൈസികളൊക്കെയും സൂര്യകുമാറിനെ തങ്ങളുടെ ടീമിൻ്റെ ക്യാപ്റ്റനാക്കാൻ വലിയ താല്പര്യത്തോടെ കാത്തിരിക്കുന്നുണ്ട്. ഇതിൽ KKR-നെ സംബന്ധിച്ചിടത്തോളം അജിങ്ക്യ രഹാനെക്ക് ശേഷം അവർക്കൊരു ക്യാപ്റ്റനെ ആവശ്യമുണ്ട്. LSG ഈ സീസണിൽ വലിയ മോശം പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. ഋഷഭ് പന്തിന് പകരം ഋഷഭ് പന്ത് അടുത്ത സീസണിൽ ഈ ടീം വിട്ടേക്കുമെന്നുള്ള വാർത്തകൾ നേരത്തെയുണ്ട്. അപ്പോൾ പന്തിന് പകരം ഒരു ക്യാപ്റ്റനായി അവർ സൂര്യയെ കൊണ്ടുവന്നാലും അത് അത്ഭുതമില്ല. ഡൽഹിയിലും സമാനമാണ് സ്ഥിതി. ഡൽഹിയും അക്സർ പട്ടേലിനൊപ്പം തന്നെ അക്സർ പട്ടേലിന് ശേഷം ഒരു ക്യാപ്റ്റനെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും ഇന്ത്യക്ക് T20 കിരീടം നൽകിക്കൊടുത്ത ക്യാപ്റ്റൻ എന്ന രീതിയിൽ സൂര്യകുമാർ അവിടെ ഒരു വലിയ ചോയ്സായി മാറും എന്നതും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാവുന്ന കാര്യമാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ IPL ട്രേഡിംഗ് വിൻഡോയിലോ മെഗാ ലേലത്തിലോ വലിയ അട്ടിമറികൾ നടക്കുമെന്ന കാര്യം ഇതോടെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് 2020 സ്ഥാനത്ത് നിന്നും സൂര്യകുമാർ യാദവിനെ BCCI സെലക്ഷൻ കമ്മിറ്റി ഔദ്യോഗികമായി നീക്കിയത് കഴിഞ്ഞ ആഴ്ചയാണ്. മുംബൈയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ BCCI സെക്രട്ടറി ദേവാജിത് സൈക്കിയെയും അതുപോലെ തന്നെ ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും ചേർന്നാണ് സൂര്യക്ക് പകരം ഇനി ശ്രേയസ് അയ്യർ ഇന്ത്യൻ ടീമിനെ നയിക്കുമെന്ന രീതിയിൽ അദ്ദേഹത്തെ പുതിയ T20 നായകനായി പ്രഖ്യാപിച്ചത്. 2024 T20 ലോകകപ്പിന് ശേഷം ആ സമയത്തെ നായകൻ രോഹിത് ശർമ്മ വിരമിച്ചതിന് ശേഷം പൂർണ്ണസമയ ക്യാപ്റ്റനായി ചുമതലയേറ്റ സൂര്യകുമാർ യാദവ് അദ്ദേഹം നയിച്ച 52 മത്സരങ്ങളിൽ വെറും 8 മത്സരത്തിൽ മാത്രമാണ് ഇന്ത്യ തോറ്റത്. ഇന്ത്യ കളിച്ച എല്ലാ സീരീസുകളും സൂര്യകുമാറിന് കീഴിൽ ഇന്ത്യ നേടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും മികച്ച റെക്കോർഡുള്ള ഒരു ക്യാപ്റ്റനെ പെട്ടെന്ന് മാറ്റിയത് തീർച്ചയായും ആ താരത്തോട് ചെയ്ത നീതികേട് കൂടിയായിരിക്കും എന്നതാണ് പൊതുവെ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഫോമിലല്ല എന്നത് ശരി തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി അനുഭാവപൂർവ്വം ഈ വിഷയത്തെ BCCIക്ക് സമീപിക്കാമായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച T20 ബാറ്റർമാരിൽ ഒരാളായ സൂര്യകുമാറിന് ഇനി മറ്റൊരു അവസരം പോലും നൽകാതെയാണ് സെലക്ടർമാർ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്. 80.76 എന്ന പെർസെൻറ്റേജാണ് അദ്ദേഹത്തിൻ്റെ വിജയ ശതമാനം. 36 വയസ്സിലേക്ക് കടക്കുന്ന സൂര്യ
സെലക്ടർമാരുടെ ദീർഘകാല പദ്ധതികളിൽ ഒരുപക്ഷെ ഉണ്ടാകില്ല എന്നത് ശരിയായിരിക്കാം. എങ്കിൽ പോലും വരാനിരിക്കുന്ന അയർലൻഡ് ഇംഗ്ലണ്ട് പര്യടനങ്ങളിൽ കൂടി ഒരു അവസാന റൺ അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് അദ്ദേഹത്തോട് മാന്യമായി യാത്ര പറയാനുള്ള ഒരു അവസരം BCCIക്ക് നൽകാമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അപ്പോൾ സൂര്യകുമാറിൻ്റെ സമീപകാലത്തെ ബാറ്റിംഗ് പ്രകടനം ഫോം മോശമാണെന്ന് BCCI ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും അതിന് പ്രധാന കാരണമായത്, അവർ പുറത്താക്കാനുള്ള പ്രധാന കാരണമായത് ഈ ഐ പി എല്ലിലെ മോശം പ്രകടനം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. ഈ IPL നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ 9ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീമാണ് മുംബൈ ഇന്ത്യൻസ്. ആ മുംബൈ ഇന്ത്യൻസ് തന്നെ രോഹിത് ശർമ്മയുണ്ട്, ഹാർദിക് പാണ്ഡ്യയുണ്ട്, ജസ്പ്രീത് ബുംറയുണ്ട്. അങ്ങനെ വലിയ താരങ്ങൾ ഒരുപാട് ആ ടീമിലുണ്ട്. ആ താരങ്ങളൊക്കെയും ഈ സീസണിൽ ഫ്ലോപ്പായിരുന്നു. എങ്കിലും ഇവരൊക്കെ മോശം ഫോമാണെങ്കിലും സൂര്യ എന്ന നായകനെയാണ് അവർ ഈ IPL സീസൺ മാത്രം നോക്കിക്കൊണ്ട് പുറത്താക്കിയത്. ഇതേ സൂര്യ തന്നെയാണ് ഇതിന് തൊട്ട് മുമ്പത്തെ സീസണിൽ 2025 സീസണിൽ IPLൽ 717 റൺസ് അടിച്ചുകൂട്ടിയത്. വർഷങ്ങളായി IPLൽ മുംബൈയുടെ വിജയങ്ങളിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മൾ അത് കണ്ടിട്ടുമുണ്ട്. മുംബൈ ഇന്ത്യൻസിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2021 തൻ്റെ 30ാമത്തെ വയസ്സിൽ സൂര്യകുമാർ യാദവ് ഇന്ത്യൻ ടീമിലേക്ക് എത്തിയതും പിന്നീട് 2020 ടീമിൻ്റെ ക്യാപ്റ്റൻ പദവി വരെ എത്തിയതും. എന്നാൽ ഈ IPL സീസണിൽ അദ്ദേഹത്തിൻ്റെ 20 അദ്ദേഹത്തിൻ്റെ ശരാശരി. വെറും 270 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് മുംബൈക്ക് വേണ്ടി നേടാൻ സാധിച്ചത്. വെറും 2 അർദ്ധ സെഞ്ചുറികൾ മാത്രമാണ് സൂര്യക്ക് ഈ ടൂർണമെൻറ്റിൽ നേടാൻ സാധിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ ക്യാപ്റ്റൻസി നഷ്ടപ്പെട്ടത്. ഇപ്പോഴിതാ മുംബൈ ഇന്ത്യൻസിൽ നിന്നും അദ്ദേഹം പുറത്തേക്ക് പോവാനും ഒരുങ്ങുകയാണ്. മുംബൈ വിടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പഴയ തട്ടകമായ KKRലേക്ക് ട്രേഡിൽ സൂര്യ ചേക്കേറാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. മുംബൈയിൽ എത്തിയ ശേഷം സൂപ്പർ താരമാവും മുമ്പ് അദ്ദേഹം KKRൻ്റെ ഭാഗമായിരുന്നു എന്നതുകൂടി ഇവിടെ ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ തന്നെ കളി തുടങ്ങിയ ഇടത്ത് തന്നെ കളി അവസാനിപ്പിക്കാനും ഒരുപക്ഷെ സൂര്യ ആഗ്രഹിക്കുന്നുണ്ടാകും. അജിങ്ക്യ രഹാനെക്ക് പകരം ഒരു പുതിയ നായകനെ KKRന് ആവശ്യമാണ് താനും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ KKRലേക്ക് സൂര്യ ചേക്കേറാനുള്ള സാധ്യതകളാണ് കൂടുതലും.